ഈ നമ്മൾ സാധാരണ പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഈ അല്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ചില സമൂഹങ്ങളിലേക്കോ ചില സ്ഥലങ്ങളിലേക്കോ ഒക്കെ ചെന്നാൽ ചിലർ അവിടെ ജീവിക്കുന്നവരെക്കാൾ അങ്ങ് അവിടുത്തുകാരായി മാറുന്ന കുറേ പേരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല പാൻറ് ഉടുപ്പൊക്കെ ഇട്ട് ഒക്കെ ജീവിച്ചു പോകുന്ന ആളുകൾ ചിലപ്പോൾ ചില രാജ്യത്തോട്ട് ചെന്ന് ഇവിടെ എന്തുവാടായി നടക്കുന്നതെന്ന് കണ്ട് ആ ഇട്ടിരുന്നതിൻ്റെ അല്പം ഇറക്കമൊന്നുമല്ല കുറയ്ക്കുന്നത്, മൊത്തം അങ്ങ് കണ്ടിച്ച് കളഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ നടന്ന് അവിടുത്തെ ആളുകളെക്കാൾ വലിയ ആളുകളായി മാറുന്ന ചില സംഗതികൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഈ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ അവിടെ തന്നെ ജനിച്ച് അവിടെ വളർന്ന് അവിടെയൊക്കെ മിടുക്കരായി വന്ന ആളുകളെ ഉള്ളതിനേക്കാൾ വലിയ ഗമയുമാണ് ഇവിടുന്ന് പോയി അര യൂറോപ്യനോ മുക്കാൽ യൂറോപ്യനോ ഒക്കെ ആയവർക്ക്. ചിലർ ഇങ്ങനെയൊക്കെ പോയിട്ട് വരുമ്പോൾ പിന്നെ പറയുന്നത് മുഴുവൻ ഒരു ലീവിനൊക്കെ വന്നാൽ അവിടെ യൂറോപ്പിൽ തക്കാളി കാണുമ്പോൾ പറയും അവിടെ യൂറോപ്പിലെ തക്കാളി, ലൈറ്റ് കാണുമ്പോൾ പറയും അവിടുത്തെ യൂറോപ്പിലെ ലൈറ്റ്, കാറ്റടിക്കുമ്പോൾ പറയും അവിടുത്തെ യൂറോപ്പിലെ കാറ്റ് എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ അവിടെ നടന്ന ഒരു സംഭവം ഒരു സുഹൃത്ത് ഒരു റെക്കോർഡ് എനിക്ക് അയച്ചു തന്നു. അതൊന്ന് കാണേണ്ടതാണ്. കണ്ടതിന് ശേഷം ബാക്കി പറയാം. Muslims are walking around in our nation today, even including in our park right now. Speaker's Corner. Tell you? Get out of my house. What is your house? So what's wrong? Does he have the right to be in the country? No. There's no meaning to Indians living in England. Say so. Me. You. Who are you, sir? So far, I asked you. You said Indians can't be Christians. Yeah. I asked you, what is the evidence? You said because my ancestors are Hindus. I asked. ഇവിടുന്ന് ഈ മതവുമൊക്കെ മാറി അസ്തിത്വവുമൊക്കെ മാറി അവിടെ പോയി കുടിയേറിയതാണ്. കറുത്ത സായിപ്പാണ്. ആ കറുത്ത സായിപ്പ് അവിടെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് ആ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ മൈ കൺട്രി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളി അവിടെ കണ്ട് ഏതാണ്ട് സായിപ്പിന് ജനിച്ച് വളർന്ന വലിയൊരു സായിപ്പായതാണ്. ഇവിടുന്ന് പോയ ആളാണ്. ആ രാജ്യത്ത് മുസ്ലിങ്ങളായ ആളുകൾ നമ്മുടെ പാർക്കിലൂടെ നടക്കുന്നു, നമ്മുടെ പാർക്കിൽ വരുന്നു. അവരെ കാണുന്നതിലൊക്കെ പുള്ളി ഭയങ്കര അസ്വസ്ഥമാവുക. അപ്പോൾ അത് കണ്ട് അവിടുത്തെ ഒരു സായിപ്പ് ചോദിക്കുക, എടാ ഇന്ത്യൻ അല്ലേ നിങ്ങളെന്തിനാണ് ഈ മുസ്ലിമും ഹിന്ദുവും പറഞ്ഞ് ഇവിടെ കിടന്ന് വഴക്കിടുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചൂടെ? നമ്മൾ സാറിന് ചോദിക്കുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ പിന്നെ തേങ്ങാവെള്ളം കുടിക്കാൻ പോകുന്ന പട്ടി കൊപ്രാവല തിരക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നൊരു പ്രയോഗമുണ്ട്. തേങ്ങാവെള്ളം കുടിക്കാൻ പോകുന്ന പട്ടി തേങ്ങാവെള്ളം കുടിച്ചിട്ട് പോരുന്നാൽ മതി, കൊപ്രാവല തിരക്കേണ്ട കാര്യമില്ല. കൊപ്രാവല തിരക്കാൻ പോകേണ്ടവരാണ് കൊപ്രയുടെ വില തിരക്കേണ്ടത്, അത് പട്ടിയുടെ ഉത്തരവാദിത്തമല്ല. പക്ഷേ ചില ആളുകൾ അങ്ങനെയല്ല, തേങ്ങാവെള്ളം കുടിക്കാൻ പോകുന്ന കൊപ്രാവല തിരക്കുന്ന പട്ടികളെപ്പോലെയാണ്. വേറൊരു രാജ്യത്ത് ചെന്ന് അവിടെ ജീവിക്കുന്നു. ആ രാജ്യം ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരെയും സ്വീകരിക്കുന്നു. അവർ മനുഷ്യരായി കാണുന്നു. അവർക്കിടയിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള വംശീയതയുടെ കാര്യങ്ങളൊക്കെ കാണാം. നമ്മളെല്ലാം അഭയാർത്ഥികളായിട്ടോ അന്നം തേടിയോ പോകുന്നവരാണ്. അവിടെ ചെന്ന് പിന്നെ ഈ സോക്കേട് കാണിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഈ സായിപ്പ് അവിടെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടാണ് അവിടുത്തെ ഒറിജിനൽ സായിപ്പ് ചോദിക്കുന്നത്, നീ ആരുവാ? നമ്മൾ സാറിനൊരു പാട്ടില്ലേ, ആരോമലേ എന്നാരോമലേ എന്ന് തുടങ്ങുന്നത് പോലെ ആ പാട്ടിൻ്റെ അർത്ഥം വരത്തക്ക പോലെ ആരുവാന്ന് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. രസകരവും വിചിത്രവും ഇല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ പിന്നെ ആ കിട്ടുന്ന ആളുകളെക്കാൾ വലിയ ആളുകളായി മാറുന്നവർ.